വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. കൃത്യം നടത്തിയ അഫാൻ മയക്കുമരുന്നിന് അടിമയാണെന്ന് പോലീസ് രാവിലെ വ്യക്തമാക്കിയിരുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധവും കണ്ടെടുത്തു. എല്ലാ കൊലപാതകങ്ങളും അഫാൻ തന്നെയാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. നിലവിൽ മെഡിക്കൽ കോളേജിലെ പോലീസിന്റെ പ്രത്യേക സെല്ലിലേക്ക് അഫാനെ മാറ്റി. അഫാന്റെ നെഞ്ചിൽ പരിക്കുകളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ലത്തീഫ്, സാജിദ ബീഗം എന്നിവരുടെ ശരീരത്തിൽ മൽപ്പിടുത്തത്തിന്റെ ലക്ഷണങ്ങളുണ്ടെന്നും പോലീസ് അറിയിച്ചു. വിശദാംശങ്ങളുമായി അഫാന്റെ വീട്ടിൽ നിന്നും ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. അഫാൻ തനിച്ചാണ് ഈ അരുംകൊലകൾ നടത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അന്വേഷണം ഇത്തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും KP, ഈ അന്വേഷണം ഇപ്പോൾ അവസാന ഘട്ടത്തിൽ നിന്ന് പറയാൻ സാധിക്കും. നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഒരാൾ എന്ന് തന്നെയാണ് നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് അഫാനാണ് എല്ലാ കൊലപാതകവും ചെയ്തിട്ടുള്ളത് പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. അഫാൻ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം കണ്ടെടുത്തിട്ടുണ്ട്. നിലവിൽ ഇതുവരെ അഫാൻ ലഹരിക്ക് അടിമയാണോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രക്തപരിശോധന നടത്തിയിട്ടില്ല എന്നാണ് റേഞ്ച് IG കൂടിയായിട്ടുള്ള ശ്യാം സുന്ദർ നമ്മളോട് അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ മറ്റ് അന്വേഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ കൊലപാതകം ചെയ്യുന്നതിനുള്ള ഇൻറ്റൻഷൻ അല്ലെങ്കിൽ എന്ത് കാരണമായിരുന്നു എന്ന് കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ സമസ്യ എന്ന് പറയുന്നത് ഈ കൊലപാതകത്തിൽ. അപ്പോൾ അത്തരത്തിൽ എന്ത് കാരണത്താലാണ് സ്വന്തം കുടുംബാംഗങ്ങളെയും സ്വന്തം സ്നേഹിച്ച പെൺകുട്ടിയെയും ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തി എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത വരാത്തത്. അല്പം മുമ്പ് ഈ അഫാന്റെ ഉമ്മയുടെ ബന്ധു കൂടിയായിട്ടുള്ള നാസർ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഷെമി, അതായത് ഈ അഫാന്റെ ഉമ്മ ഷെമി ICയിൽ വെച്ച് ഈ അമ്മാവനുമായി സംസാരിച്ചിട്ടുണ്ട്. ഇളയ കുഞ്ഞിനെ കൊണ്ടുവരണമെന്നാണ് ആവശ്യപ്പെട്ടത്. കുട്ടിയെ കൊണ്ടുവരണം, കുട്ടിയെ രക്ഷിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഷെമിയുടെ തലയിൽ 13 സ്റ്റിച്ചുകളുണ്ട്. നന്നായിട്ട് വായ കീറിയിട്ടുണ്ട്. വായ തുറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ലിക്വിഡ് ഫുഡാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സംസാരിക്കാൻ കഴിയുന്നൊരു സാഹചര്യമാണ്. അമ്മാവൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു. കുഞ്ഞിനെ കൊണ്ടുവരണമെന്ന്, ഇളയ കുട്ടിയെ കൊണ്ടുവരണമെന്ന് പലതവണ ആവശ്യപ്പെട്ടതായിട്ടാണ് പറയുന്നത്. ഈ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും അഫാനെ അറിയിക്കാതെയാണ് അവർ വളർത്തിയിരുന്നത് എന്നായിരുന്നു ഇപ്പോൾ അല്പം മുമ്പ് തന്നെ ഈ അഫാന്റെ ബന്ധു കൂടി നമ്മളോട് പ്രതികരിച്ചത്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നമുള്ള സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് അഫാനെ കാര്യമായിട്ട് ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാരണം അഫാനെ ചുറ്റിപ്പറ്റി വരുന്ന അത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളൊന്നും ഇവർക്കില്ലായിരുന്നു. അവരെ കുടുംബത്തിന് തീർക്കാവുന്ന പ്രശ്നങ്ങൾ, ഒരു പക്ഷേ കുടുംബത്തിലെ സഹോദരങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് അല്പം മുമ്പ് ബന്ധു പറയുന്നത്. പക്ഷേ അഫാൻ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തിന് മറ്റുള്ള സാമ്പത്തിക പരാധീനതകളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ബന്ധുക്കളാരും ബന്ധുക്കളാരും സഹായിച്ചിട്ടില്ല. അതിൻ്റെ വൈരാഗ്യമാണ് ഇത്തരത്തിൽ ബന്ധുക്കളെ കൊലപ്പെടുത്തിയതെന്നാണ്. പക്ഷേ ഏറ്റവും വൈകാരികമായിട്ട് ആ ബന്ധു നമ്മളോട് പ്രതികരിച്ചത് കുഞ്ഞു കുട്ടിയുടെയും അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിയുമാണ് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായുധമാണോ കുട്ടിയെ കൊല്ലാൻ ഉപയോഗിച്ചത്, കുട്ടിയുടെ വലത് സൈഡിലെ ചെവിയിൽ ആ ആയുധത്തിൻ്റെ അതേ ആഴത്തിലുള്ള മുറിവുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊലപ്പെടുത്തി, അതായത് അഫാന്റെ കാമുകി കൂടിയായിട്ട് പെൺ സുഹൃത്തു കൂടിയായിട്ടുള്ള ഫർസാനെ അതിക്രൂരമായിട്ട് മുഖത്ത് നെറ്റിയുടെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവുകൾ, അതിനുശേഷം മുഖം വികൃതമാക്കി മുറിവ് ഏൽപ്പിച്ചിട്ട് അങ്ങനെയാണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ ഈ അഫാന് ഈ ഇളയ കുട്ടിയെ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്ന് പറയുമ്പോഴും പക്ഷെ അതിക്രൂരമായിട്ട് അതിപൈശാചികമായിട്ട് മുറിവേൽപ്പിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരെയുമാണ്. മറ്റുള്ളവരെയും ഒറ്റ ഇതിന് അല്ലെങ്കിൽ ഒരടിക്കോ രണ്ടടിക്കോ കൊലപ്പെടുത്തിയ രീതി, പക്ഷേ വളരെ ആഴത്തിൽ പൈശാചികമായിട്ട് മുറിവേൽപ്പിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരെയുമാണ്. അപ്പം അത്തരത്തിൽ ഇത്രയും വൈകൃതമായിട്ടൊരു സ്വഭാവം എങ്ങനെയാണ് അഫാനിൽ ഉണ്ടായതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലഹരിക്ക് അടിമയാണോ എന്നുള്ള കാര്യമാണ് കണ്ടെടുക്കേണ്ടത്. നിലവിൽ അത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് അഫാൻ ആണെന്ന് തോന്നിയിട്ടില്ല എന്നാണ് അഫാന്റെ ബന്ധു നമ്മളോട് അല്പം പ്രതികരിച്ചത്. പക്ഷേ അത്തരത്തിലൊരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. ആ സാധ്യതയാണ് ഇനി ഒരു പക്ഷേ ആ സാധ്യതയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഫോറൻസിക് വിദഗ്ധരും മറ്റും ഇവിടെ നിന്നും പോയിട്ടുണ്ട്. റേഞ്ച് IGയും അന്വേഷണം കഴിഞ്ഞ ശേഷം പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഇവിടുന്ന് മടങ്ങിയിട്ടുണ്ട്. കുഞ്ഞുകുട്ടിയുടെ, അതായത് അഫ്സാന്റെ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നാട്ടുകാർക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് പൊതുദർശനമുണ്ട്. പൊതുദർശനത്തിന് ശേഷം 4 ഖബറുകളും ഒരുമിച്ച് താഴെ പാങ്ങോട് പള്ളിയിൽ ഖബറടക്കം
ഖബറടക്കം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ ജമാഅത്ത് വരുന്നത് പാങ്ങോടാണ്. അതുകൊണ്ട് തന്നെ ഈ 4 മൃതദേഹങ്ങളും പാങ്ങോട് ജമാഅത്തിന് കീഴിലായിരിക്കും ഖബറടക്കം നടത്തുക. അതിനുശേഷം ഈ പെൺകുട്ടി കാട്ടൂർമക്കൽ പള്ളി, അതായത് ഈ ചിറയൻകീഴ് കാട്ടൂർമക്കൽ പള്ളിക്ക് പരിധിയിൽ വരുന്ന പെൺകുട്ടിയുടെ മൃതദേഹം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതിയുടെ മൊഴി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ എത്ര പരിഹരിച്ചാലും ഇതിൽ സാക്ഷിയില്ലാത്തൊരു കേസാണ്. സാക്ഷിയില്ലാത്തൊരു കേസ് ആയതുകൊണ്ട് തന്നെ ഈ കേസിന്റെ ശാസ്ത്രീയ തെളിവുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശാസ്ത്രീയ കേസുകൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ ഈ കേസ് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. KP ടിൻഡുദാസാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ടിൻഡു സൂചിപ്പിച്ചതുപോലെ തന്നെ അരുംകൊലയുടെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. പോലീസ് വ്യക്തമാക്കുന്നത് പ്രതി തനിച്ചാണ് ഈ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയത്. അതിലേക്ക് നയിച്ച സാഹചര്യം, അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം, ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അന്വേഷണ പുരോഗതിയായിരിക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാവുക, അല്ലേ? KP സുരേഷ്, അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ പ്രതിക്ക് ഹാനി കൃത്യത്തിലേക്ക് നയിച്ചതിന്റെ കാരണമാണ് ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നതിൽ ഒരു കാര്യം. നേരത്തെ DYSP പറഞ്ഞിരുന്നു, അതായത് ഈ ലഹരി ഉപയോഗിക്കുന്ന സ്വഭാവമുള്ള ആളാണ് ഈ അഹാൻ എന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഏത് ലഹരിയാണ് ഉപയോഗിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് മനസ്സിലാക്കാൻ കഴിയൂ. അതായത് രാസപരിശോധന അടക്കമുള്ള പരിശോധനകൾക്ക് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. അതായത് ലഹരി ഉപയോഗം നടത്താറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെ ആയിരിക്കും ചിലപ്പോൾ ലഹരി ഉപയോഗവും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ ഒരു കാരണം ആകാമെന്ന് ചിലപ്പോൾ നമുക്ക് കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം ഈ സമയത്ത് പറയേണ്ടിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത്തരം ഒരു നിഷ്ഠൂരമായ കൊലപാതകം ചെയ്യുവാൻ ഹാന് സാധിക്കുകയില്ലായിരുന്നു എന്നാണ് പറയേണ്ടത്. കാരണം അത്രയ്ക്ക് നിഷ്ഠൂരമാണ് ഇത്. മറ്റൊരു വ്യക്തിയെ കൊല്ലുന്നത് പോലെയല്ല, അവനെ മറ്റൊരു വ്യക്തിയെ കൊല്ലുന്നതല്ല, സ്വന്തം വീട്ടിലെ തന്നെ സ്നേഹിച്ച് എടുത്തു വളർത്തിയ അംഗങ്ങൾ, അവരെയാണ് നിഷ്ഠൂരം കൊലപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ താൻ ഒരു മകനെ പോലെ കരുതേണ്ട, അല്ലെങ്കിൽ അച്ഛനില്ലാത്ത സ്ഥാനത്ത് അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ട സ്വന്തം സഹോദരൻ, ആ സഹോദരനെ കൊലപ്പെടുത്തിയതും, അതോടൊപ്പം തന്നെ താൻ ജീവൻ തുല്യം സ്നേഹിച്ചവന്റെ പെൺസുഹൃത്ത് കാമുകി, അവളെ വീട്ടിൽ വിളിച്ചു വരുത്തുകയും നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു. ഇത്തരം സംഭവങ്ങൾ നടത്തണമെങ്കിൽ സാമാന്യമായ ഒരു വ്യക്തിക്ക് അത് സാധിക്കില്ല എന്ന് തന്നെയാണ് പോലീസും വിലയിരുത്തുന്നത്. കാരണം അങ്ങനെ ഒരു നോർമൽ ഒരു സാമാന്യ മനസ്സുള്ള ആൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അത് ഈ ഒരു വിഷയത്തിലേക്ക് എത്തിച്ചേർന്നത്. ലഹരി ഉപയോഗം നടത്തുന്ന ആളാണ് ഈ പ്രതി അഹാൻ എന്ന കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ രാസപരിശോധനകൾക്കടക്കം ശേഷം ഏത് ലഹരി വസ്തുവാണ് ഈ ഉപയോഗിക്കാറുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കി ചെയ്യും. ഇതിൽ പോലീസ് തർക്കമില്ലാത്തൊരു കാര്യം പറയുന്നത് ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് അസന്നിഗ്ധമായി പറയുകയും ചെയ്തു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു പകൽ മുഴുവനും ഈ കൊലപാതകം ആസൂത്രണം ചെയ്തു. കാരണം ഒരു ഒരു പർട്ടിക്കുലർ സ്ഥലത്തല്ല ഈ കൊലപാതകം നടന്നത്. ഒരു 20 കിലോമീറ്ററോളം ചുറ്റളവിലാണ് ഈ വെഞ്ഞാറമൂടിലെ ഈ ഏരിയ പരന്നു കിടക്കുന്നത്. ആദ്യം കൊലപാതകം നടത്തിയ ഉമ്മുമ്മയുടെ വീട്ടിൽ നിന്നും അവിടെ നിന്നും നേരെ അച്ഛന്റെ സഹോദരന്റെ വീട്ടിലേക്കാണ് എത്തുന്നത്. അവിടേക്കും നല്ല ദൂരമുണ്ടായിരുന്നു. എന്നാൽ ആ സഹോദരന്റെ വീട്ടിലേക്ക് എത്തി അവിടെ നിന്ന് അച്ഛന്റെ സഹോദരനെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് കൊലപ്പെടുത്തിയ ശേഷമാണ് പിന്നെ തുടർന്ന് വീട്ടിലേക്ക് എത്തുകയും അമ്മയെയും അതോടൊപ്പം തന്നെ സഹോദരനെയും കാമുകിയും എല്ലാം മർദ്ദിച്ച് കൊലപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഗുരുതരമായ അമ്മയ്ക്ക് പരിക്കേറ്റപ്പോൾ സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണെന്നാണ് പറയുന്നത്. നിലയിൽ ഇതുവരെ തൃപ്തി വന്നിട്ടില്ല, രീതി തന്നെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഹാനും ആശുപത്രിയിൽ തന്നെയാണ്, മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ചികിത്സ നിൽക്കുന്നത്. എന്തായാലും പോലീസ് ഇതിനൊരു കൃത്യമായ അന്വേഷണം നടത്തും. പ്രതിയെ ഇനി കസ്റ്റഡിയിലെടുക്കേണ്ടിയിരിക്കുന്നു. കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യൽ ഈ വിഷയത്തിൽ വേണ്ടിവരും. വിശദമായ ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പും നടത്തിയതിനു ശേഷം മാത്രമേ ഇതിൽ നമുക്ക് നേരത്തെ ചിന്തിച്ചതുപോലെയുള്ളൊരു കൃത്യമായ ഒരു വ്യക്തതയിലേക്ക് എത്താൻ കഴിയും. വ്യക്തതയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും
പ്രജിത് മോഹനൻ ചിരിയാണ്. പ്രജിത്ത് ഇപ്പോഴുള്ളത് മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് സമീപത്താണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞോ? മറ്റു വിവരങ്ങളും? പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 4 മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. 4 മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അബ്ദുൾ ലത്തീഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ സജിദ ബീഗം, കൊല ചെയ്യപ്പെട്ട ഉമ്മയായിട്ടുള്ള സൽമ ബീവി, ഒപ്പം പ്രതിയുടെ സുഹൃത്തായിരുന്ന ഫർസാന. ഈ 4 പേരുടെ ഒപ്പം തന്നെ കുഞ്ഞിൻ്റെ ഇളയ സഹോദരൻ്റെ മൃതദേഹവും എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ 5 പേരുടെ മൃതദേഹവും എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കുള്ളിൽ എല്ലാ മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആദ്യം അബ്ദുൾ ലത്തീഫിൻ്റെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത്. ആ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതാണ്ട് പൂർത്തിയാക്കാറായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അകത്തു നിന്ന് ലഭ്യമാകുന്ന വിവരം. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചാൽ ഓരോ മൃതദേഹങ്ങളായി നേരെ നാട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെറിയ പൊതുദർശനങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടുത്തുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്നായിരിക്കും കബറടക്കമടക്കമുള്ള ചടങ്ങുകളിലേക്ക് പോവുക. എന്തായാലും പ്രതിയായിട്ടുള്ള അഫാനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ഹാജരാക്കിയെങ്കിലും സാധാരണഗതിയിൽ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമുള്ള അത്രയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ അകത്ത് പോയിരിക്കുന്ന എലിവിഷത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, അത് ദിവസങ്ങൾ കഴിഞ്ഞാലും 1-2 ദിവസങ്ങൾ കഴിഞ്ഞാലും ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനത്തേക്ക് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മെഡിക്കേഷനുമായൊക്കെ മുന്നോട്ട് പോകുന്നു. പക്ഷേ പ്രതിക്ക് മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തതിനാൽ പോലീസിന് നേരിട്ട് ആശുപത്രിയിലെത്തി ഇപ്പോൾ കാര്യങ്ങൾ കൂടുതലായി ചോദിച്ചറിയുകയാണ്. പോലീസിൻ്റെ ഒരു പൂർണ്ണ തോതിലുള്ള ചോദ്യം ചെയ്യൽ എന്നതിലേക്ക് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും വിവരങ്ങൾ കൃത്യമായി തേടുന്നു. നേരത്തെ പറഞ്ഞ മൊഴികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പ്രതിയുടെ ചികിത്സയ്ക്കായി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ സംശയിക്കുന്ന സാഹചര്യമുള്ളതിനാൽ, ലഹരി മരുന്നിൻ്റെ ഉപയോഗം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുള്ളതിനാൽ കൃത്യമായ പരിശോധനയ്ക്കും വിദഗ്ധ അഭിപ്രായങ്ങൾക്കുമായി ഒരു മാനസികാരോഗ്യ വിദഗ്ധരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക മെഡിക്കൽ സംഘത്തെയും രൂപീകരിക്കും. ഒപ്പമാണ് ഈ മൊഴിയെടുപ്പടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ ഓരോ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ബന്ധുക്കൾക്ക് വിട്ടു നൽകിക്കൊണ്ടിരിക്കും. KP. പ്രജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നു. അവിടെ മെഡിക്കൽ ബോർഡിൽ വിദഗ്ധരായ ഡോക്ടർമാർ, ഒപ്പം മാനസിക വിദഗ്ധരടക്കം. അതായത് ഈ കേസിൻ്റെ പുരോഗതിക്ക് എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളാണ് അനിവാര്യം. കാരണം ദൃക്സാക്ഷികളില്ലാത്ത കേസാണ്. അതുകൊണ്ട് തന്നെ പഴുതടച്ച ഒരു അന്വേഷണ രീതിയായിരിക്കും സ്വാഭാവികമായും പോലീസ് അവലംബിക്കുക. അതുകൊണ്ട് തന്നെ അത്രത്തോളം ജാഗ്രതയോടെയുള്ള ഒരു അന്വേഷണ രീതിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഒപ്പം ഈ പ്രതിയുടെ ആരോഗ്യനില സംബന്ധിച്ചിപ്പോൾ അത്രത്തോളം ഗുരുതരമല്ല. എലിവിഷമാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഗുരുതരാവസ്ഥയിലേക്കല്ല കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എങ്കിലും കൃത്യമായ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ആരോഗ്യനില കൂടി ആരോഗ്യനില പുരോഗതി കൂടി വിലയിരുത്തിയതിനു ശേഷമുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം ഈ ചോദ്യം ചെയ്യലിൽ പോലും ഇയാൾ നൽകുന്ന മൊഴികളിൽ പോലും ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് മന്തിയിൽ എലിവിഷം ചേർത്ത് കഴിച്ചു എന്നുള്ളതാണ്. പിന്നീട് പെപ്സിയിൽ എലിവിഷം ചേർത്ത് കഴിച്ചു എന്നുള്ളൊരു മൊഴിയും ഇപ്പോൾ ഡോക്ടർമാർക്കൊക്കെ ഇയാൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കൂടുതൽ ഈ പറയുന്ന രീതിയിൽ അന്വേഷണ സംഘത്തെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ ചെറുതായിട്ടെങ്കിലും ഇയാളുടെ ഈ മൊഴികളിലെ വ്യത്യാസങ്ങളൊക്കെ പോകുന്നുണ്ട്. എന്തായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1 മാസമായി മദ്യപിക്കാറുണ്ടെന്ന് ഡോക്ടർമാരോട് പ്രതി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താൻ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറില്ല എന്നുള്ളൊരു കാര്യവും അദ്ദേഹം ഈ പ്രതി ആയിട്ടുള്ള ആൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ ഇയാൾ പറഞ്ഞ സ്ഥലം, സമയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഈ കൊലപാതകത്തിൻ്റെ കാരണങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഇപ്പോഴും പോലീസ് 100% ഉറപ്പിച്ച് ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. കൊലപാതകത്തിന് കാരണങ്ങളായി വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ സാമ്പത്തിക വശങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രണയബന്ധത്തിന് എതിര് നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില എതിർപ്പുകൾ അല്ലെങ്കിൽ ആ അത്തരം വിഷയങ്ങളുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള കുറേ വശങ്ങൾ ഇതിന് കാണുന്നുണ്ട് പോലീസ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നതും. ഇപ്പോൾ അമ്മയുടെയും മാതാവിൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാപ്പയുടെ ഉമ്മയുടെ കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക കാരണങ്ങളാണെങ്കിൽ ഒരു പക്ഷേ ഈ അബ്ദുൾ
ലത്തീഫിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കൊലപാതകത്തിന് പിന്നിൽ പ്രണയബന്ധത്തിനെതിരെ നിന്നതാകാം എന്നുള്ളൊരു സാധ്യത കൂടി പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ആരുമില്ലാതെയാകുമ്പോൾ ഇനി സഹോദരൻ ഒറ്റയ്ക്കായി പോകുമല്ലോ എന്നുള്ളതുകൊണ്ട് അയാളെ കൊലപ്പെടുത്തി, അങ്ങനെയൊക്കെ പല വശങ്ങൾ പോലീസ് ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണത്തിനൊടുവിൽ മാത്രമേ പൂർണ്ണമായും ഓരോ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണങ്ങൾ പോലീസിന് വ്യക്തമാകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി മൊഴിയെടുക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയതിനു ശേഷം മാത്രമേ വ്യക്തമായ ഉത്തരം നൽകാൻ പോലീസിനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് ആശുപത്രിയിലെ സെല്ലിൽ വെച്ചിട്ടുള്ള പോലീസിൻ്റെ സെല്ലിൽ വെച്ചിട്ടുള്ള പ്രത്യേകമായി ഇപ്പോൾ ഈ അന്വേഷണ സംഘം എത്തി മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ അത് പോലീസിൻ്റെ കസ്റ്റഡിയിൽ ലഭ്യമായിട്ട് മാത്രമായിരിക്കും. പക്ഷേ അത് എന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് ഇപ്പോൾ പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഈ എലിവിഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് ചിലപ്പോൾ 1-2 ദിവസങ്ങൾ കഴിഞ്ഞ് ആന്തരികാവയവങ്ങളെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഡോക്ടർമാർ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം നിർദ്ദേശങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. യെസ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.